നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. അറിയാമല്ലോ, സഹധർമ്മിണി ശ്രീമതി കോമളം. ഹായ്. ഇന്ന് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തു. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ അച്ഛൻ സമാധി. ഈ കാണുന്ന സമാധിയാണ് എൻ്റെ അച്ഛൻ. 37 വർഷമായി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ സമാധിയാക്കിയ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹം ദൈവികമായിട്ട് ആത്മീയ ആചാര്യനും മാന്ത്രിക കർമ്മങ്ങളും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ കുലപതിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തെയ്യപ്പൻ. പലവരും ഗുരുവേന്നും വിളിക്കും. അത് എൻ്റെ അമ്മ മരിച്ചിട്ടും 32 വർഷം ആയി. അമ്മയുടെ പേര് തായു അമ്മ. അച്ഛൻ്റെ പേര് തെയ്യപ്പൻ. അന്നൊക്കെ അങ്ങനെയാണ്. തെയ്യപ്പൻ, തായു, കാളി, വള്ളി, അങ്ങനെയുള്ള സമ്പ്രദായ പഴയ കാലഘട്ടത്തിൽ അങ്ങനെ പേര്. അവരിൽ നിന്ന് കിട്ടിയ ഒരു ഗുരുവരമാണ് എൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ കാരണം. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ഈ കിടക്കുന്ന പിതാമകൻ മരിക്കുന്ന സമയത്തും വളരെ ദയനീയമായ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കാലഘട്ടം. നാളെ മരിക്കുന്നു. ഇന്ന് രാവിലെ, ഒരു ചൊവ്വാഴ്ച രാവിലെ അച്ഛൻ പെട്ടെന്ന് വയ്യാതാവുന്നു. അന്ന് ഞാൻ ആർട്ടിസ്റ്റാണ്, വരച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ തൊട്ടടുത്ത ഒരു വായനശാലയ്ക്ക്, പ്രതിഭ ആർട്സ് ക്ലബ്ബ് എന്ന ക്ലബിലേക്ക് ബോർഡ് വരച്ച് എഴുതി കൊടുക്കാൻ നേരത്ത് അച്ഛൻ വേറൊരാളെ മന്ത്രിക്കാൻ വേണ്ടി, ജപിക്കാൻ വേണ്ടി പോത്തുണ്ടിക്ക് പോയതാണ്. റോഡിന്റെ സൈഡിൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയം അല്ലേ? ചായ കുടിച്ചിരിക്കുന്ന സമയം. അപ്പൊ നീ പ്രസവിച്ച് കിടക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ മോനും പ്രസവിച്ചിരിക്കുന്ന ആ ഘട്ടം. അച്ഛൻ ജപിക്കാൻ പോകുമ്പോൾ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അബോധാവസ്ഥ വരുന്നു. ആ അബോധാവസ്ഥ വരുന്ന സമയത്ത് പെട്ടെന്ന് തളർന്ന് ആ റോഡിന്റെ ചായക്കടയുടെ അരിക് തിണ്ണയിൽ കിടക്കുന്നു. അവിടെ വെച്ചിട്ട് അച്ഛന് ബോധം നഷ്ടപ്പെടുന്നു. ആ ചായക്കടക്കാരൻ എന്നെ വിളിക്കാൻ വരുന്നു, സൈക്കിൾ ചവിട്ടിയിട്ട്. അപ്പൊ ഈ ബോർഡ് ഞാൻ കൊടുക്കാൻ പോകുന്ന നേരത്ത് ക്ലബിലേക്ക്, വായനശാലയ്ക്ക് എഴുതിയ ബോർഡാ. അത് കൊടുക്കാൻ പോകുമ്പോൾ അതിന് വീട്ടിൽ തന്നെ വെച്ച് അദ്ദേഹം വിളിക്കാൻ വന്ന ആളുടെ സൈക്കിൾ ഞാൻ അങ്ങോട്ട് പോയി. വളരെ ചെറു പ്രായമാണ്, 26-27 വയസ്സ് പ്രായമുള്ളൂ എനിക്ക്. അങ്ങനെ പോയ സമയത്ത് അച്ഛൻ അബോധാവസ്ഥയിൽ കിടന്നിട്ട് കരയുന്നുണ്ട്. അപ്പൊ ഞാൻ കരഞ്ഞപ്പോൾ 50 രൂപയും ഒരു താളി ഓല കിട്ടും എൻ്റെ കയ്യിൽ അച്ഛൻ ഏൽപ്പിച്ചു. അന്ന് മന്ത്രകർമ്മത്തിന് മുമ്പ് കൊണ്ടുപോയ ഒരു കെട്ടാണ് അച്ഛൻ. ഈ താളിയോല ഗ്രന്ഥം എൻ്റെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ആ നിമിഷം 50 രൂപയും കയ്യിൽ തന്നു. ചുറ്റുപാടും ആൾക്കാരും ഉണ്ട്. അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഒന്നും പറ്റില്ല, അച്ഛൻ്റെ സ്ഥിതി മോശമാണ്, പ്രഷർ അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അന്ന് ഇതുപോലുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ല. ആ സമയത്ത് തന്നെ പിറ്റേ ഒരു രാത്രി ഞങ്ങൾ വീട്ടിൽ അച്ഛനെ കൊണ്ട് കിടന്നു. ഒരു ഓലപ്പര വീട്, വളരെ കഷ്ടപ്പെടുന്നൊരു വീട്. പിറ്റേ ദിവസം അധികാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ആ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച ഫോട്ടോ. അങ്ങനത്തെ നല്ലൊരു ആചാര്യനും നല്ല സത്സ്വഭാവിയും ദേഷ്യമില്ലാത്തൊരു മനുഷ്യനുമായിരുന്നു എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവരമാണ് ഇന്ന് ഈ നിലയ്ക്ക് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ആ ഒരു വീട് എനിക്ക് ദൈവകൃപയാൽ കിട്ടി. ആത്മീയമായിട്ട് ചില കാര്യങ്ങളൊക്കെ, ജ്യോതിഷം പഠിച്ചു, മാന്ത്രികം പഠിച്ചു, മറ്റു പല വിഷയങ്ങളും പഠിച്ചു. 27 അവാർഡുകൾ വാങ്ങിച്ചു. ഇന്ന് ഇവിടം വരെ എത്തിക്കാൻ കാരണം ഈ കാണുന്ന എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഗുരുത്വം തന്നെയാണ്. മാതാ പിത ഗുരു ദൈവം അല്ലേ? അങ്ങനെയാണ് ഈ നിൽക്കുന്ന ആളെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന്, വളരെ ചെറിയൊരു കുഞ്ഞു ഓല ഷെഡിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനമ്മയുടെ സമ്മതപ്രകാരം ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന, ഒരു മകൾ അവിടെ, ഇവിടെ ഒരു മകൻ, എനിക്ക് 2 സഹോദരിമാർ, അവരൊക്കെ മരണപ്പെട്ടു പോയി. ഒരു സഹോദരി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അത് കൂടാതെ എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ചേച്ചി ഒരെണ്ണം ജീവിച്ചിരിപ്പുണ്ട്. അതേപോലെ ഈ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണിക്ക് 2 ആങ്ങളമാർ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 2 ആങ്ങള കുട്ടികളും 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള കുട്ടികളാണ്. അങ്ങനെ ആ നിരപരാധ വളരെ കഷ്ടപ്പെടുന്ന വീട്ടിൽ നിന്നാണ്, കൂലിപ്പണിക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അന്ന് ഇവിടെയും അതേപോലെ കഷ്ടമുള്ള സമയമാണ്, മറക്കാൻ പാടില്ലല്ലോ. ആ അനുഭവം ഞങ്ങൾ രണ്ടുപേരും പങ്കുവയ്ക്കുകയാണ്. എത്ര വലിയ ആളായി നമ്മൾ ഉയരങ്ങളിലേക്ക് പോയാലും പക്ഷെ പഴയൊരു ഓർമ്മ നമ്മളിൽ വേണം. അവർ തന്ന
താളിയോല ഗ്രന്ഥങ്ങളാണ്. ഇതിനാണ് മാന്ത്രികത്തിന്റെ കിടപ്പ് മുഴുവൻ. മാന്ത്രികം എന്തെന്നുള്ളത് കുലാചാരം, കൗളാചാരം, മലബാര സമ്പ്രദായങ്ങൾ, തോറ്റം, എങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് പലവർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ മാന്ത്രികം എന്നുള്ളത് ഒരു കർമ്മ നിയോഗമായിട്ട് ചെയ്യാണ്. അവരോടൊന്നും പറഞ്ഞ് വിലപേശി സംഖ്യ വാങ്ങിക്കുന്ന ഒരാളുമല്ല. 10-27 അവാർഡ് വാങ്ങിച്ചു, നല്ല നിലയ്ക്കെത്തി, പേരുകളൊക്കെ കിട്ടി. ഇതെല്ലാം ഞാൻ പല വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും എൻ്റെ മഹത്വത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നാലും എൻ്റെ അച്ഛൻ്റെ സമാധിയും അമ്മയുടെ സമാധിയും അതുകൂടാതെ ഇതാ അമ്പലക്കാഴ്ചകളും ഈ കാണുന്ന ക്ഷേത്രം ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് പകർത്തി തന്നു. പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടില്ല. ഈ കാണുന്ന പലവരും കണ്ടിട്ടുണ്ട്, ചിലവർ കാണാത്തവരുണ്ട്, ഇവിടെ വരാത്തവർ. അവർക്കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിൽ നല്ലതുണ്ടാവാം, ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. മനുഷ്യൻ എപ്പോഴും ഒരുപോലെ താഴോട്ട് പോകില്ല. ഒരു കാലത്തിൽ നമ്മൾ നശിച്ചിരുന്നാലും മറ്റൊരു കാലം വരുമ്പോൾ നമ്മൾ നല്ലൊരു നിലയ്ക്ക് എത്തും. പക്ഷേ ജീവിത രീതി നമ്മളെപ്പോഴും മറക്കാതെ പിന്തുടർന്നു കൊണ്ടുപോകണം. കഷ്ടമെന്ത്, ബുദ്ധിമുട്ടെന്ത്, സുഖമെന്ത്, ദുഃഖമെന്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം നന്നായി. അതായത് മനമത് നല്ലായിരുന്നാൽ മന്ത്രം മോത വേണ്ട. തമിഴൊരു പഴമൊഴിയുണ്ട്, മനമത് നല്ലായിരുന്നാൽ മന്ത്രം മോത വേണ്ട. മനസ്സ് നന്നായിരുന്നിരുന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് പാരമ്പര്യമായി കിട്ടിയ ഞങ്ങളുടെ ഒരു ആചാര സമ്പ്രദായത്തിന്റെ ഒരുപാട് ഇതിലുണ്ട്, ലിപികൾ. ഇതെല്ലാം പഴയ കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പുതുക്കിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്താണെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് മാത്രം. നിങ്ങൾ ഇതിനെ സഹകരിക്കും. നിങ്ങളുടെ സ്നേഹവാക്കുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ. നന്ദി, നമസ്കാരം.